ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുഞ്ഞി എൻ്റെ കൂടെയുണ്ട്. കുഞ്ഞിപ്പെണ്ണേ, സുഖമല്ലേ? സുഖമല്ലേ? ഇവിടെ നോക്കി പറ സുഖമാണോ അവള്? അപ്പോൾ ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. രാവിലത്തെ നടപ്പ് ഇന്ന് നടന്നില്ല, അതുകൊണ്ട് രാവിലെ നടക്കാൻ പോവാണ്. നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, പെട്ടെന്ന് ഇറങ്ങി വരുമോ അതോ ഇനി പിന്നെയും കയറുമോ? പെട്ടെന്ന് ഇറങ്ങി നടക്കും. അപ്പോഴത്തേ ഞങ്ങൾ ഇവിടെ ഒന്ന് നിന്നതാണ്. ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് ഇവിടെ ഒരു മതിലേൽ കുഞ്ഞിനെ കയറ്റി കിടത്തി. അവളിപ്പം ഭയങ്കര രാജകുമാരിയായിട്ട് കിടക്കുകയാണ്. താടയൊക്കെ വിടത്തി കിടക്കുകയാണ്. വരുന്ന ആൾക്കാരെ മുഴുവൻ നോക്കുന്നുണ്ട്. മനോഹരമായൊരു തോട്ടത്തിനുള്ളിലാണ് ഞങ്ങൾ. ഉണ്ട്, അങ്ങ് താഴെന്നാണ് ഞങ്ങൾ കയറി വന്നത്. ഒരു കുരിശുമലയാണ്. കുഞ്ഞിയും ഞാനും ഒരു കുരിശുമലയുടെ മുകളിലാണ്. കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ കുരിശുമലയുള്ളത്. ഞങ്ങൾ ഇടുക്കിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കണ്ട ഒരു സ്ഥലമാണ്. കയറി വന്നപ്പോൾ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ, ഒരു ടൂറായിട്ട് വന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പള്ളി പണിയാനുള്ള ഒരു പള്ളിയുടെ തറ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി വാ കുഞ്ഞിയെ കൊണ്ട് ഞാൻ മടുത്തു പോവുകയുള്ളൂ. അവർക്ക് ഓടി നടക്കണം. വാ, നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങാം. ഇവിടെ മുഴുവൻ തൊട്ടാവാടി മുള്ളുകളാണ്. അപ്പോൾ ഇത് വെട്ടിയെല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ നല്ലൊരു കാലാവസ്ഥയുള്ള സ്ഥലമാണ്. കാടിന് തുല്യമായ ഒരു കാലാവസ്ഥ. ആളുകൾക്ക് പ്രാർത്ഥനാ നിർഭരമായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കൂവപ്പള്ളിയിലാണ് ഈ സ്ഥലം. വളരെ മനോഹരമായ സ്ഥലം. നിറയെ മുളങ്കാടുകളും വള്ളിപ്പടർപ്പുകളും പടുകൂറ്റൻ മരങ്ങളുമൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ തീർത്ഥാടനം എന്ന പേരിൽ മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ. അല്ലാതെ അടിച്ചുപൊളി എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങോട്ട് വന്നേക്കല്ല്. ഇവിടെ വാ കുഞ്ഞി, നല്ല കുളിർ തെന്നൽ അടിച്ച് നിൽക്കുകയാണ്. ഈ കാഞ്ഞിരപ്പള്ളി പ്രദേശം മുഴുവൻ നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഒരു വയർലെസ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസിൻ്റെ വയർലെസ് ടവറാണ്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് പതിയെ ഇറങ്ങുകയാണ്. കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ താഴെ ചെന്നിട്ടിരിക്കാം. പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, മഹാഗണിയുടെ ഇലയൊക്കെ ധാരാളം വീഴുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കയറി വരുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും ശ്രദ്ധിക്കുക. തല കുത്തി വീഴാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് വരേണ്ട ഒരു പ്രദേശമാണ്. നിറയെ കാട്ടുവള്ളികളൊക്കെ ഉണ്ട്. ഈറ്റയൊക്കെ ഒടിഞ്ഞു നിൽക്കുന്നു. അതിൻ്റെയൊക്കെ ചുവട് പോയതാണെന്ന് തോന്നുന്നു. ഉണ്ടോ, നല്ല മനോഹരമായ കാട്ടുവള്ളികൾക്കിടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. ഇത്രയും മുകളിലാണ് ഇത് മല. ഇവിടെ മുഴുവൻ മഹാഗണിയുടെ ഇല വീണ് കിടക്കുന്നതുകൊണ്ടും പ്ലാവിൻ്റെ ഇല വീണ് കിടക്കുന്നതുകൊണ്ടൊക്കെ നല്ല സ്ലിപ്പിങ്ങാണ്. കുഞ്ഞിയാണ് എൻ്റെ വഴികാട്ടി. നോക്കിയാണ് പോകുന്നത്. പകുതി നടന്നിട്ട് നിൽക്കും, എന്നെ നോക്കും. അവൾ പോകുന്ന വഴി കൂടെ തന്നെയാണ് ഞാനും പോകുന്നത്. അതുകൊണ്ട് സ്ലിപ്പാവുമെന്ന് പേടിക്കണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട്. കുത്തനെ ഉള്ളിടത്തുകൂടി അവൾ ഇറങ്ങിപ്പോയി തരാം. അതാണ് നമ്മുടെ ഗുണം. കണ്ടോ, കറക്റ്റ് വഴി കൂടിയൊക്കെ ആശാത്തി പോകത്തുള്ളൂ. ആശാത്തിക്ക് അവിടെ ചെന്നപ്പം ആൾക്കാർ കയറി വരുന്നതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഇറങ്ങി താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
കുഞ്ഞി നിക്കേ നിക്കേ നിക്കടി അവിടെ. ബാ ബാ. യാത്രയിൽ ഇവിടെ വെച്ചാണ് നമ്മുടെ സൈക്കിള് വെടി തീർന്നത്. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കാണ്, കപ്പാട് എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഈ കൃതിക ടൈലേഴ്സിൻ്റെ ഓണറൊക്കെയാണ് നമ്മളെ സഹായിച്ചത്. അവരിവിടെ നമുക്ക് തങ്ങാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്ന്. അപ്പോൾ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലാണ് കപ്പാട്. പള്ളിക്ക് തൊട്ട് മുമ്പ് ഇവരാണ് നമ്മളെ സഹായിച്ചത്. ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചു തന്ന് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നു. അതിനുശേഷം ഞാൻ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ച് ഇവിടെ കുഞ്ഞിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ മക്കളാണ് കേട്ടോ, രണ്ടുപേരും കൂടി ഓടിക്കളിക്കുകയാണ്. അപ്പോൾ അവർ വെളിയിലോട്ട് പോയതാണ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി, പോയിട്ട് വരുന്നുണ്ട്. അപ്പം അവർ വന്നതിന് ശേഷം നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോഴത്തെ കുഞ്ഞിനെയൊക്കെ അകത്ത് കയറ്റി. കുഞ്ഞി ഇന്നലെ ഇച്ചിരി നനഞ്ഞായിരുന്നു, അകത്ത് കയറി കിടപ്പുണ്ട്. അവൾക്കൊരു മഴയൊക്കെ തണുപ്പൊക്കെ ആയതുകൊണ്ട് അവൾ സുഖിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ വണ്ടിക്ക് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. അതിന് ശേഷമാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇന്ന് യാത്ര ആരംഭിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇടുക്കിയിലേക്ക് കയറാനുള്ള വഴിയിലാണ്, വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ് ഇന്ന്. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് വാഗമണ്ണിലെത്താൻ പറ്റുമോ അറിയില്ല. എന്നാലും അതിനടുത്തുള്ള പ്രദേശത്ത് എവിടെയെങ്കിലും എത്തി ഇടുക്കിയിലേക്ക് കയറണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല, മഴയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും കോട്ടയം ജില്ലയിൽ തന്നെ മലയോരത്ത് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇന്ന് നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്നൊരു 12 കിലോമീറ്ററോളം ഉണ്ട് ഈരാറ്റുപേട്ടയ്ക്ക്. പേട്ട കഴിഞ്ഞ് മുകളിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടങ്ങാം. ഇവിടെ നല്ല മഴയാണ്, നല്ല കലങ്ങി തെളിഞ്ഞ മുകളിലൊക്കെ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. നല്ല കലക്ക വെള്ളമാണ് വരുന്നത്. രാത്രി മുഴുവൻ മഴയായിരുന്നു, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ കാണുന്നത്. വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ വഴിയിൽ കണ്ട ഒരു ചെറിയ അരുവി, നമ്മുടെ തീക്കോയി കഴിഞ്ഞ് വരുമ്പോഴത്തേനുള്ള ചെറിയൊരു അരുവിയാണ് ഇത്. ചെന്ന് ചേരുന്നത് നമ്മുടെ മീനച്ചിലാറിലോട്ടാണ്. ആ അരുവിയാണ് ഇത്. മാർമല വാട്ടർഫോൾസിൽ നിന്നൊക്കെ ഒഴുകി വരുന്നതാണ്. ആ ഭാഗവും ഈ ഭാഗവും എല്ലാം കൂടി ചേരുന്നത് താഴെ വെച്ചാണ്. നമ്മൾ തീക്കോയി വല്ലത്താണുള്ളത്. വല്ലത്തെ ട്രാൻസ്ഫോമറാണിത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങ് ഇറങ്ങി വന്നാൽ നമുക്കൊരു മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. മേളിൽ നിന്ന് നമുക്ക് നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. നമ്മളിത് കോട്ടയം ജില്ലയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുത്തുകല്ല് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സൂക്ഷിച്ചിറങ്ങിയില്ല, മുഞ്ഞിയും കുത്തി താഴെ പോകും. മഴക്കാലമാണ്, നല്ല മഴയുള്ള സമയത്താണ് ഞാനിതിലെ വരുന്നത്. അപ്പോൾ ഇതുവഴി നേരെ ഇറങ്ങി ഇങ്ങനെ കറങ്ങി ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്തൂടെ ഇങ്ങനെ വന്ന് താഴെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ട ആ വെള്ളം ഒഴുകി വരുന്ന പുഴയിൽ തന്നെ ഒരു ചെറിയ അരുവിയാണ്. ഈ അരുവിയിൽ തന്നെ നമുക്ക് ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഈ നാട്ടുകാർ മാത്രം കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. മേളിൽ വീടൊക്കെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ പതിയെ ഇറങ്ങി താഴോട്ട് വരികയാണ്. ഇത് ആ പുഴ ഒഴുകി പോകുന്നത് കാണാം. ഇത് കണ്ടോ, മനോഹരമായ ഒരു ഈന്തൊക്കെ അവിടെ നിൽപ്പുണ്ട്. നല്ലൊരു പുഴ ഒഴുകി പോകുന്നു. ഇത് മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയാണ്. ഇത് ചെന്ന് ചേർന്നാണ് മീനച്ചിലാറ് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, കല്ലൊക്കെ നല്ല തെന്നിക്കിടക്കുന്നതാണ്. പ്ലാവിൻ്റെ ഇലയൊക്കെ വീണ് തെന്നിക്കിടക്കുന്നതാണ്. കുഞ്ഞിനെ ഞാൻ കൂട്ടി തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങി ഈ മനോഹരമായ തീരത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു കുത്തുകല്ലുണ്ട്. നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. വളരെ സൂക്ഷിച്ച്, താഴെ വീഴാതെ. പുതിയ ഷൂ വാങ്ങിച്ചു കേട്ടോ, പുതിയ ഷൂ വാങ്ങിച്ചു. ഷൂ അപ്പോൾ നേരെ താഴോട്ട് വന്നു.
ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്ന സ്ഥലമാണ്. ഇതാ ആ മനോഹരമായ വെള്ളച്ചാട്ടം. എത്ര കണ്ടാലും മതി വരാത്തൊരു വെള്ളച്ചാട്ടം കേട്ടോ. അടിപൊളി. ഇതുണ്ടോ, ഇതൊരു കയവാണ് കേട്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ കയവാണ്. അതിങ്ങനെ ഒഴുകി അതൊരു ചെറിയ വെള്ളച്ചാട്ടം അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ താഴോട്ട് ഒഴുകി പോവുകയാണ്. ഇത് റബ്ബർ തോട്ടമാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം. ഇവിടുന്ന് ഒരു ചെറിയ ചാലി ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്. ഇങ്ങനത്തെ പല ചാലുകൾ, പല ഉറവക്കണ്ണുകൾ ചേർന്നതാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ. നല്ല വഴുക്കലുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത് കണ്ടോ, നല്ല കണ്ണീര് പോലത്തെ വെള്ളത്തിൻ്റെ പതഞ്ഞു വരുന്ന വെള്ളച്ചാട്ടം പാറക്കെട്ടുകളുടെ ഇടയിലൂടെ. അടിപൊളിയല്ലേ. വാ, ഒരിക്കലും മേളിൽ മഴയില്ലാത്തതുകൊണ്ട് കലക്കലില്ല. ഇതൊഴുകി വരുന്നത് നമ്മുടെ ഇതിൻ്റെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നാണ് ഒഴുകി വരുന്നത്. ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിവരിക. അതിങ്ങനെ കണ്ടുകൊണ്ടേ നിൽക്കാൻ തോന്നും. എന്ത് രസമാണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ മേളിലോട്ട് കയറി പോവുകയാണ്. വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞു. ഓടമഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി, മൂടലൊക്കെ ആയി. അപ്പോൾ പതിയെ കുത്തുകല്ലൊക്കെ കയറി. പണ്ടത്തെ കാലത്ത് കാരണന്മാർ വെച്ചിരിക്കുന്ന കുത്തുകല്ല് അടിപൊളിയാണ്. കുത്തുകല്ലൊക്കെ കയറി നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇപ്പുറത്തുണ്ട് കണ്ടോ, ആ ഭാഗത്തുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. വഴിയൊക്കെ ഉണ്ട്, നമ്മൾ പോകുന്നില്ല. കാരണം മഴ വരുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കണം. അപ്പം ഞാൻ മേളിലോട്ട് പോവുകയാണ്. ഇനി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം വെള്ളച്ചാട്ടങ്ങൾ വഴി സൈഡിൽ തന്നെ കിട്ടും. അതാണ് നമ്മൾ ഈ മഴയുള്ള സമയത്ത് ഇങ്ങോട്ട് കയറിയാലുള്ള ഗുണം. പക്ഷേ ഇങ്ങോട്ട് കയറില്ലെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള സമയമാണ്. മേഘവിസ്ഫോടനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ ഏരിയയിൽ തന്നെ കൂടുതൽ മഴ പെയ്താൽ അത് അപകടകരമാണ്. അപ്പം നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ഓപ്പോസിറ്റ് വരെ എത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഇല്ലിക്കക്കല്ലിൽ കയറുന്നില്ല, നമ്മൾ വാഗമണ്ണിലേക്കാണ് കയറുന്നത്. ആ കാണുന്ന മലയാണ് ഇല്ലിക്കക്കല്ല്. അപ്പോൾ ആ ഭാഗത്താണ് ഇല്ലിക്കക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെയെല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഇതെല്ലാം ആൾത്താമസമുള്ള ഏരിയയാണ്. Audio Jungle.